നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബന്നർഘട്ട നാഷണൽ പാർക്കാണ്. ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഓപ്പൺ സൂ സഫാരിയാണ്. ഓപ്പൺ സൂ സഫാരി ഉണ്ട്, പിന്നെ സാധാരണ നോർമലായിട്ട് നമ്മൾ കാണുന്ന ഒരു സൂ ഉണ്ട്, പിന്നെ ഒരു ബട്ടർഫ്ലൈ ഗാർഡനും ഉണ്ട്. ഒരു ഫുൾ ഡേ മൊത്തം നമുക്ക് ചിലവഴിക്കാൻ പറ്റുന്ന ഒരുപാട് അട്രാക്ഷൻസ് ഉള്ള ഒരു സ്ഥലമാണ് ബന്നർഘട്ട നാഷണൽ പാർക്ക്. അപ്പോൾ ഞാൻ ജാസ്മിൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബന്നർഘട്ട നാഷണൽ പാർക്കിന്റെ പാർക്കിംഗ് ഏരിയയിലാണ്. നമ്മൾ ഏകദേശം ഒരു 10 മണിയോട് കൂടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ റൂം എടുത്തത് ബാംഗ്ലൂർ ടൗണിലാണ്. അവിടെ നിന്ന് ഒരു 8:15 കൂടി ഇറങ്ങിയിട്ടാണ് ഒരു 10 മണി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ എത്തിയത്. ന്യൂൺ ടൈമിലേക്കാണ് വരുന്നുണ്ടെങ്കിൽ നല്ല ട്രാഫിക് ആണ്. ഒരു 3-3.5 മണിക്കൂർ റോഡിൽ തന്നെ പോകും. അപ്പോൾ ആ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ന്യൂൺ ടൈമിൽ വരുന്നവർ വരാൻ വേണ്ടിയിട്ട്. നമ്മൾ ടിക്കറ്റ് ഒക്കെ നേരത്തെ എടുത്തിട്ടുണ്ട്. ഒരു 1 വീക്ക് ബിഫോർ തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ടിക്കറ്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ബോർഡിൽ വെച്ചിട്ടുണ്ട്. ഈ വീക്ക് ഡേയ്സിലാണെന്നുണ്ടെങ്കിൽ 330 രൂപയും വീക്ക് എൻഡിലാണെന്നുണ്ടെങ്കിൽ ഒരു അഡൾട്ടിന് വരുന്നത് 380 രൂപയുമാണ്. നമുക്കിവിടെ മെയിൻ ആയിട്ട് കാണാനുള്ളത് ഒരു ഓപ്പൺ സൂ ആണ്. നമ്മൾ ഫോറസ്റ്റിലൊക്കെ പോകുമ്പോഴേക്കും നമ്മൾ സഫാരിക്ക് പോകുന്നത് പോലെ തന്നെ ബസ്സിലും ജീപ്പിലും ഒക്കെ ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രം, മൃഗങ്ങൾ ഓപ്പൺ ആയിട്ടാണ്. നമ്മൾ ഗ്രില്ലൊക്കെ വെച്ചിട്ട് വിൻഡോ ക്ലോസ് ചെയ്ത ഒരു കൂട്ടിനുള്ളിലാണെന്ന് തന്നെ പറയാം. ബസ്സാണെങ്കിലും ജീപ്പാണെങ്കിലും കംപ്ലീറ്റ്ലി നമുക്ക് ഗ്രില്ലൊക്കെ വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ മൃഗങ്ങൾ ഓപ്പൺ ആയിട്ടായിരിക്കും. അതാണ് ഈ ഒരു സഫാരിയുടെ പ്രത്യേകത. ഓപ്പൺ സൂ മാത്രമല്ല, സാധാരണ നമ്മൾ മൃഗങ്ങളെ കൂട്ടിലിട്ട് കാണുന്ന പോലത്തെ വേറൊരു സൂ ഉണ്ട്, പിന്നെ ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെയും ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് ഒരുമിച്ച് എടുക്കാൻ പറ്റും. പിന്നെ ക്യാമറ ഉണ്ടെങ്കിൽ ക്യാമറയ്ക്കും സെപ്പറേറ്റ് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ എടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ നേരിട്ട് വന്നാണ് എടുക്കുന്നതെങ്കിൽ ഓരോ സമയത്തും നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും. ഓരോരുത്തരും പ്രത്യേകം ടിക്കറ്റ് കൗണ്ടറാണ്. അപ്പോൾ അവിടെ എല്ലാം പോയിട്ട് ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ നേരത്തെ തന്നെ എടുത്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഓപ്പൺ സഫാരിക്ക് 380 രൂപയും ബട്ടർഫ്ലൈ പാർക്കിന് 50 രൂപ. പിന്നെ ഒരു സൂ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലേക്ക് നമ്മൾ ടിക്കറ്റ് എടുക്കണം. അതിനും 50 രൂപയാണ്. ക്യാമറയ്ക്ക് സ്റ്റിൽ ക്യാമറ ആണെങ്കിൽ 50 രൂപ, വീഡിയോ ക്യാമറ ആണെങ്കിൽ 250 രൂപ. പിന്നെ ജീപ്പ് സഫാരി ഉണ്ട്. അത് AC ജീപ്പും ഉണ്ട്, നോൺ AC ജീപ്പും ഉണ്ട്. AC ജീപ്പ് ആണെന്നുണ്ടെങ്കിൽ വീക്ക് ഡേയ്സിൽ 4200 രൂപയും വീക്ക് എൻഡ് ആണെന്നുണ്ടെങ്കിൽ 4500 രൂപയുമാണ്. നോൺ AC വരുമ്പോൾ 3600 രൂപ വീക്ക് ഡേയ്സിലും വീക്കെൻഡിൽ വരുന്നത് 3900 രൂപയാണ്. ഒരുപാട് ഡീറ്റെയിൽസ് ഞാനങ്ങനെ പറയുന്നില്ല. നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ വേണമെന്നുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നമ്മൾ ടിക്കറ്റ് ഒക്കെ കാണിച്ചിട്ട് അകത്തേറിയിരിക്കുകയാണ്. അധികം തിരക്കില്ല, രാവിലെ ആയതുകൊണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന സ്ലോട്ട് 10:30 നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ 9:30 മുതൽ 4:30 വരെയുള്ള സ്ലോട്ട് ഓപ്പൺ ആയിരിക്കും. അതിൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ലോട്ട് നോക്കി ബുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ബാംഗ്ലൂർ ടൗണിലായതുകൊണ്ട് തന്നെ ഏകദേശം 21 കിലോമീറ്റർ ആണ് ബന്നർഘട്ട നാഷണൽ പാർക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് ദൂരമുള്ളത്. അപ്പോൾ ആ ഒരു സമയം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് 10:30 എടുത്തത്. അപ്പോൾ നിങ്ങളും താമസിക്കുന്ന സ്ഥലം നോക്കിയിട്ട് അതുപോലെ ബുക്ക് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി സഫാരി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷേ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം ടാസ്ക് ആണ്. കാരണം വിൻഡോ ഗ്ലാസിന് അപ്പുറത്തായിട്ട് ഒരു ഗ്രില്ല് ഇട്ടിട്ടുണ്ട്. ആ ഗ്രില്ലിന്റെ നടുക്ക് ഭാഗത്തായിട്ട് ചെറിയൊരു റൗണ്ട് ഉണ്ട്. ആ റൗണ്ടിൽ കൂടി ക്യാമറ കടത്തിയിട്ട് വേണം വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ സൈറ്റിംഗ് കിട്ടിയിരിക്കുകയാണ്. മാനുകളെയാണ് ആദ്യം കണ്ടിരിക്കുന്നത്. നമ്മൾ ഏതൊരു കാട്ടിൽ പോകുമ്പോഴും നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് മാനുകളായിരിക്കും. ഇപ്പോൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ റോഡ് സൈഡിൽ മൊത്തം ആയിരക്കണക്കിന് മാനുകളെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ മാനുകൾ പൊതുവെ അപകടകാരികളല്ലാത്തത് കൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു ഓപ്പൺ സൂവിലും ആദ്യം ഈ മാനുകളെ തന്നെ ഇട്ടിരിക്കുന്നത്. മാനുകളുടെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കാട്ടുപോത്തുകളെ കാണാം. എണ്ണത്തിൽ കുറവാണ്, എന്നാലും മാനുകളുടെ കൂടെ തന്നെയാണ് അവരും നിൽക്കുന്നത്. പിന്നെ ഇനി അങ്ങോട്ട് പോകുമ്പോഴാണ് നമുക്ക് കടുവ, സിംഹം അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. ഇത് ചെറിയൊരു സാമ്പിൾ വെടിക്കെട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് എന്തായാലും മുന്നോട്ട് പോവാം. പിന്നെ നമ്മൾ കണ്ടത് ആനകളെയാണ്. കുട്ടി ആന മുതൽ വലിയ ആനകൾ വരെയുണ്ട്. അവർക്ക് പക്ഷേ റോഡിലേക്കൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. വലിയ ഇരുമ്പിന്റെ ഗ്രില്ല് പോലെ സംഭവം വെച്ചിട്ട് വേലി ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് കറണ്ട് കമ്പിയും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നാച്ചുറൽ ഹാബിറ്റാറ്റ് പോലെ തന്നെയാണ്. ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ലെന്നേ ഉള്ളൂ. അതിൻ്റെ അകത്തേക്ക് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. കാടിന്റെ അതേ ഫീല് തന്നെയാണ്. പിന്നെ ഈ വാട്ടർ ബോഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് കുളിക്കാനും കുടിക്കാനും ഒക്കെ ഉള്ള വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇപ്പൊ
നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്നത് ഭയങ്കര വലിയ ഇരുമ്പ് ഗേറ്റ് കൊണ്ട് സെക്യൂർ ചെയ്തിരിക്കുന്ന ഒരു ഭാഗത്തേക്കാണ്. ഇതുവരെ നമ്മൾ കണ്ടത് മാനും കാട്ടുപോത്തും ആനകളും ഒക്കെയാണ്. ആനകളുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ വൈൽഡ് ആനിമൽസ് ആണെങ്കിൽ പോലും മനുഷ്യന്മാർ നമ്മുടേതായ കുറെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആനകളെ ഇണക്കിയെടുത്ത് വളർത്തുന്നുണ്ട്. അവർ കുറച്ചൊക്കെ മനുഷ്യന്മാരോട് അടുക്കുന്ന ജീവികളാണ്. പക്ഷെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കംപ്ലീറ്റ്ലി വൈൽഡ് ആനിമൽ ആണ്. നമുക്ക് ഇന്ത്യയിൽ ഒരിക്കലും ഇണക്കി വളർത്താൻ സാധിക്കാത്ത കംപ്ലീറ്റ്ലി വൈൽഡ് നേച്ചറുള്ള ആനിമൽസിനാണ് ഇനി കാണാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇത്ര വലിയ ഗ്രില്ല് വെച്ചിട്ട് ഇവരെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇവരെയും പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ഈ ബന്നാർഘട്ട നാഷണൽ പാർക്ക് നിൽക്കുന്നത് ഭയങ്കര ഒരു ജനവാസ മേഖലയിലാണ്. അപ്പൊ മനുഷ്യന്മാരെയും പ്രൊട്ടക്ട് ചെയ്യണം, ഇവരെയും പ്രൊട്ടക്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഇവർ ഈ അതിർത്തിയിൽ ഇത്ര വലിയ ഗേറ്റ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആരെയാണെന്ന് നോക്കാം. എന്താണ് എൻ്റെ കൺമുന്നിൽ നടക്കുന്നതെന്ന് എൻ്റെ മൈൻഡിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പുലിയെ കൺമുന്നിൽ ഇങ്ങനെ കൂട്ടിലല്ലാതെ കാണുന്നത്. സൂവിലൊക്കെ പോയി കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഞാൻ ഒരു നാച്ചുറൽ വൈൽഡ് ഹാബിറ്റാറ്റിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത് ശരിക്കും ഒരു നാച്ചുറൽ കാട് അല്ലെങ്കിൽ പോലും 80% കാടാണെന്ന് തന്നെ പറയാം. കാരണം കണ്ണത്താ ദൂരത്തോളം കാട് തന്നെയാണ്. നമ്മുടെ മുന്നിൽ ഒരു പുലി ഒരെണ്ണം മാത്രമല്ല, അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് മാറുന്നതിന് മുമ്പേ റൈറ്റ് സൈഡിലായിട്ട് അടുത്ത ആൾ വരികയാണ്. അതിനെ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് അടുത്ത ആൾ വരികയാണ്. അങ്ങനെ ഒറ്റ ഫ്രെയിമിലും 3 പുലി. അതും എൻ്റെ കണ്ണിനും എൻ്റെ ക്യാമറയ്ക്കും പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പൊ നമ്മൾ പുലിയെ കണ്ടു കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോകുന്നത് അടുത്ത ആനിമലിന്റെ സെക്ഷനിലേക്കാണ്. ഓരോ ആനിമലിനെയും സെക്ഷൻ വൈസ് തിരിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതും വലിയ ഗ്രില്ല് വെച്ചിട്ട് ഓരോ സെക്ഷനെയും സെക്യൂർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലയണിനെയാണ്. കാരണം ലയന്റെ വലിയ ഫോട്ടോ ഗ്രില്ലിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അറിയാം ഇനി കാണാൻ പോകുന്നത് ലയണിനെയാണെന്ന്. പക്ഷേ പുലിയുടെ ഭാഗത്തേക്ക് വന്നപ്പോൾ അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എക്സൈറ്റഡ് ആയി പോയത്. അപ്പൊ ഇപ്പൊ നമ്മൾ സിംഹത്തിനെ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. സിംഹത്തിന്റെ കാര്യം ഇതുപോലെ തന്നെയാണ്. നേരിട്ട് ഇങ്ങനെ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റിൽ കണ്ടിട്ടില്ല. സിംഹത്തിനെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗുജറാത്തിലെ ഗിർവനത്തിലൊക്കെ സഫാരിക്കൊക്കെ പോകേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഇതൊരു എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലയണിനെയാണ്. சக்கதா இருக்குது, 2 பல்லு சக்கதா இருக்குது. இன்னொன்று உட்காந்துக்குது பாரு. பரவாயில்லப்பா, ஏன் சேர்ந்து உட்காந்துக்குது காரதான. നമ്മൾ 3 ലയനെ കണ്ടിരിക്കുകയാണ്. ഒരു മെയിലും 2 ഫീമെയിലും. ഇനി കുറച്ചും കൂടെ ഏരിയ ലയണ്ട തന്നെ ഉണ്ട്. അപ്പോൾ ഇനിയും ലയനെ കാണാൻ പറ്റുമായിരിക്കും. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഓപ്പൺ സൂ ഇല്ല. നമ്മൾ അഥവാ ഒരു നാഷണൽ പാർക്കിലേക്കൊക്കെ പോയാലും ട്രക്കിങ്ങിന് പോയാലും സഫാരിക്ക് പോയാലും നമുക്ക് ടൈഗറിനെയോ അങ്ങനെയുള്ള വൈൽഡ് ആനിമലിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പോയിട്ട് 2 വട്ടവും ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ അതും നമ്മുടെ ബാംഗ്ലൂർ ഇങ്ങനെ ഒരു ഓപ്പൺ സൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നി. ബാംഗ്ലൂർ വരുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഈ ഒരു സഫാരി ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ശരിക്കും വർത്താണ്. അപ്പോൾ നിങ്ങൾ ഈ ബാംഗ്ലൂരൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു 21 കിലോമീറ്ററും കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ആസ്വദിക്കാൻ പറ്റും. உட்காந்துக்குது பாரு பஸ். அது மூவாயிட்டுக்கிறாங்க இவ்வளோலாம் பக்கத்துக்கு பாரு. அது தண்ணி பாஸ் அது பண்ணி வச்சுக்கிறாங்க. ഇപ്പം
അപ്പം സിംഹത്തിൻ്റെ ഏരിയ കഴിഞ്ഞ് നമ്മൾ ടൈഗറിൻ്റെ ഏരിയയിലേക്ക് കടന്നിരിക്കുകയാണ്. വലിയ ഗ്രില്ലിൽ തന്നെയാണ് ഈ ടൈഗറിനെയും ഇട്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ കണ്ട ആനിമൽസ് ഒന്നും തന്നെ ചെറിയ ഏജിലോ അല്ലെങ്കിൽ ഒരു അഡൾട്ട് ഏജിലോ കടന്നവരല്ല. അത്യാവശ്യം മെച്യൂർ ആയിട്ടുള്ള ആനിമൽസ് തന്നെയാണ്. അപ്പോൾ ഇവരെ സെക്യൂർ ചെയ്യുക, ഇവിടെ തന്നെ ഇട്ടിരിക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ്. കാരണം ജനവാസ മേഖലയും കൂടെയാണ്. ഇവരെ ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തു പോകാൻ പാടില്ല. ശരിക്കും ഇവരുടെ ഒരു എഫേർട്ടിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവുള്ളൂ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ടൈഗറിനെയാണ്. ഞാൻ ഈ സഫാരി ബുക്ക് ചെയ്യാൻ തന്നെ പ്രധാന കാരണം ടൈഗർ തന്നെയാണ്. എന്നെ പേഴ്സണലായിട്ട് അറിയുന്നവർക്കറിയാം, ഞാൻ ടൈഗറിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതിനുവേണ്ടി 1-2 സഫാരിയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇവിടെ വന്നത് ടൈഗറിനെ ഒന്ന് അടുത്ത് അവരുടെ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റിൽ കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ചെറുതായിട്ട് പണി പാളിയിട്ടുണ്ട്. നമുക്ക് ടൈഗറിനെ മാത്രം നേരത്തെ പുലിയെ സിംഹത്തിനെ കണ്ട പോലെ അടുത്ത് കിട്ടിയില്ല. അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിലാണ്. മാത്രമല്ല അവർ കിടക്കുകയും കൂടെയാണ്. അതുകൊണ്ട് അത്യാവശ്യം ക്യാമറയിലും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് നേരിട്ട് കാണാനും അത്രയ്ക്ക് അങ്ങോട്ട് വിസിബിൾ അല്ല. ഒരു വൈറ്റ് ടൈഗർ ഉണ്ടായിരുന്നു, അതും കുറച്ചുകൂടെ ഡിസ്റ്റൻസിലാണ്. അതും എനിക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് സങ്കടമുണ്ട്. എന്നാലും പുലിയെയും സിംഹത്തിനെയൊക്കെ വെച്ചിട്ട് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കിട്ടുമോ? അപ്പോൾ നമ്മുടെ സഫാരി ഇവിടെ ഏകദേശം അവസാനിക്കാറായി. സഫാരി കഴിഞ്ഞിട്ട് ഇനിയും നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട്. ബട്ടർഫ്ലൈ പാർക്കും സൂ ഒക്കെ കാണാനുണ്ട്. ടൈഗറിന് ക്ലോസപ്പിൽ കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം ഒഴിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാം തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരുന്നു സഫാരി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് സഫാരി കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോകുന്നത് ബട്ടർഫ്ലൈ പാർക്കിലേക്കാണ്. ബസ് ഇറങ്ങി നമ്മൾ ബട്ടർഫ്ലൈ പാർക്കിലേക്ക് നടക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സഫാരി മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് നിങ്ങൾക്ക് റിട്ടേൺ പോകാവുന്നതാണ്. പക്ഷേ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ ബട്ടർഫ്ലൈ പാർക്കും ഉണ്ട്, ഇനി ഒരു സൂ ഉണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുക്കാത്തവർക്ക് ഈ ബട്ടർഫ്ലൈ പാർക്കിൻ്റെ മെയിൻ എൻട്രൻസിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തത് കൊണ്ട് നമ്മൾ അവിടെ കാണിച്ച് ജസ്റ്റ് അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ 2 സൈഡിലായിട്ടും നിറയെ പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തൊക്കെ നിറയെ ബട്ടർഫ്ലൈസും ഉണ്ട്. നമ്മൾ നേരത്തെ ഓപ്പൺ സഫാരിക്ക് പോയതുപോലെ ആദ്യം ആനുകളെ കണ്ടപ്പോൾ ഒരു സാമ്പിളാണെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഈ ബട്ടർഫ്ലൈസും സാമ്പിൾ ആണെന്നാണ് തോന്നുന്നത്. പോകുന്ന വഴിക്കെല്ലാം ബട്ടർഫ്ലൈസിന്റെ പടം വെച്ചിട്ട് ഫോട്ടോ പോയിന്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പിന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു ഗാർഡനും പ്ലേയിങ് ഏരിയയൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടും. പിന്നെ നമുക്ക് കുറേ നേരം ഇങ്ങനെ ഇരിക്കാൻ പാകത്തിനുള്ള ബെഞ്ചുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല തണലത്ത് കുറേ നേരം നമുക്ക് ഈ ബട്ടർഫ്ലൈസിനെയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബട്ടർഫ്ലൈ ഗാർഡനിലേക്ക് കയറാം. നമ്മൾ ആ ബട്ടർഫ്ലൈ പോലെ ചെയ്തിരിക്കുന്ന ഡോറ് കടന്ന് അകത്തേക്ക് വരുന്നത് വേറൊരു ലോകത്തേക്കാണെന്ന് പറയാം. വലിയൊരു കൂടാരമാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ ബട്ടർഫ്ലൈസിന് വേണ്ട എല്ലാ സാധനങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. കലങ്ങളിലാക്കിയിട്ട് അവർക്ക് കൂട് വെക്കാൻ പാകത്തിനുള്ള സംഭവങ്ങളെല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പൂച്ചെടികൾ, അതും പല കളറിലും പല വലിപ്പത്തിലും ഒക്കെയുള്ള നിറയെ പൂച്ചെടികൾ, ബട്ടർഫ്ലൈസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിറയെ പൂക്കളും ചെടികളും ഒക്കെ വെച്ചിട്ടുണ്ട്. നിറയെ ബട്ടർഫ്ലൈസും ഉണ്ട്, പല കളറിലും പല വലിപ്പത്തിലും പല വെറൈറ്റി ടൈപ്പിലുള്ള ബട്ടർഫ്ലൈസ് നമുക്കിവിടെ കാണാൻ പറ്റും. ശരിക്കും ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ നമ്മുടെ പൂന്തോട്ടത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതൊരു ഒത്തിരി വലിയ ഏരിയയുള്ള പൂന്തോട്ടം വേണമെന്നൊന്നുമില്ല. ചെറിയൊരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബട്ടർഫ്ലൈസിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ചെടികളും പൂക്കളും വെച്ച് പിടിപ്പിച്ചാൽ മതി. അങ്ങനത്തെ ചെടികളാണ് ഇവരും വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ശരിക്കും നമുക്ക് കേരളത്തിൽ തട്ടേക്കാട് ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ ആ ബട്ടർഫ്ലൈ ഗാർഡൻ നോക്കുന്ന ചേട്ടൻ എന്നോട് പറഞ്ഞു തന്നതാണ്. ആ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ചെടികളുണ്ട്. ഇവർക്ക് ഇങ്ങനെ മുട്ട വിരിക്കാനും ഇവർക്ക് തേൻ കുടിക്കാനും ഇവർക്ക് ഇലയുടെ ഇടയിലൊക്കെ ഇരിക്കാനും ഒക്കെ
പറ്റുന്ന ഒരുപാട് ചെടികളുണ്ട്. അപ്പോൾ ആ ചെടികൾ എവിടെയാണോ ഉള്ളത് അവിടെ ബട്ടർഫ്ലൈസ് വന്നിരിക്കും. ഈ സെപ്റ്റംബർ ഒക്ടോബർ കാലഘട്ടത്തിലാണെങ്കിൽ മൈഗ്രേറ്റഡ് സമയം കൂടെയാണ്. അപ്പോൾ വേറെ സ്ഥലത്തു നിന്നുള്ള ബട്ടർഫ്ലൈസ് ഇങ്ങോട്ടേക്ക് വരും. കൂട്ടത്തിൽ ചെറിയൊരു വാട്ടർ ബോഡിയും കൂടെ ചെയ്ത് കൊടുത്താൽ മതി. അവർക്ക് എപ്പോഴും ഈർപ്പം വേണം. അപ്പോൾ ഈർപ്പമുള്ള ഒരു സിറ്റുവേഷനും കൂടെ ആണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് ഇതുപോലൊരു പൂന്തോട്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ ബട്ടർഫ്ലൈൻ്റെ ലൈഫ് സൈക്കിളിനെ പറ്റിയിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊച്ചുകുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. മാത്രമല്ല ഇവിടെ നിന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പൂക്കളും ചെടികളും ഒക്കെ മനസ്സിലാക്കാം ഏതിലാണ് ഈ ബട്ടർഫ്ലൈസ് അട്രാക്റ്റ് ആവുന്നതെന്ന്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ചെടികളൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ചെടികൾ നോക്കി നമ്മുടെ വീട്ടിലും വെച്ചാൽ മതി. പിന്നെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇപ്പോൾ ഒരുപാട് ബട്ടർഫ്ലൈസിനെ പറ്റിയിട്ടുള്ള പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ ഇതുപോലൊരു ബട്ടർഫ്ലൈ ഗാർഡനിൽ പോയാൽ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാനും പറ്റും. ഇവിടെ ഇങ്ങനെ ഒരു വലിയൊരു കൂടാരം പോലെ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ബട്ടർഫ്ലൈസിന് ഇതിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റത്തില്ല. അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇതിന്റെ അകത്ത് തന്നെയുണ്ട്. പിന്നെ നമ്മളെ ബട്ടർഫ്ലൈസിന് തൊടാനൊന്നും അവർ അനുവദിക്കത്തില്ല. എല്ലായിടത്തും ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. തൊടാനും പാടില്ല. ചെടികളാണെങ്കിലും പൂക്കൾ എടുക്കാനോ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് വന്ന് കണ്ട് ഇതിന്റെ ഭംഗി ആസ്വദിച്ച് തിരിച്ചു പോവുക. ഈ ബട്ടർഫ്ലൈ ഗാർഡന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് നല്ല അടിപൊളി ഒരു മ്യൂസിയം ഉണ്ട്. ഒരുപാട് ബട്ടർഫ്ലൈസിനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. എല്ലാത്തരം ബട്ടർഫ്ലൈസിനെ കുറിച്ചും ഇവർ ഇതിനകത്ത് പിക്ചർ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആർട്ടിഫിഷ്യലായിട്ട് ഇവർ ഉണ്ടാക്കിയും വെച്ചിട്ടുണ്ട്, അല്ലാതെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. ഏതൊരു കൊച്ചുകുട്ടിക്ക് പോലും അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ തട്ടേക്കാറുള്ള ബട്ടർഫ്ലൈ ഗാർഡൻ ആക്ച്വലി ഈ ബട്ടർഫ്ലൈ ഗാർഡനിലേക്കാളും വലുതാണ്. അത് മാത്രമല്ല ഓപ്പൺ എയറിലുമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചെടികളും ഉണ്ട്, ഒരുപാട് ബട്ടർഫ്ലൈസും ഉണ്ട്. പല വലിപ്പത്തിലും പല സൈസിലും പല വെറൈറ്റിയിലുള്ള ബട്ടർഫ്ലൈസും ഉണ്ട്. നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഒരു 100 ബട്ടർഫ്ലൈസ് ഇങ്ങനെ പറന്നു പോകുന്ന കാണാൻ പറ്റും. ഒക്ടോബർ സീസണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും ബട്ടർഫ്ലൈസ് നമുക്ക് കാണാം. പക്ഷെ അവിടുത്തെ ഒരു പോരായ്മ എന്ന് പറയുന്നത് അവിടെ ഇതുപോലുള്ളൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മ്യൂസിയം ഇല്ല. ചെറുതായിട്ട് ഫോട്ടോസ് ഒക്കെ കൊടുത്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ ഇതുപോലെ എലാബറേറ്റ് ചെയ്ത് ലൈറ്റിങ്ങും സെറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് ഒരു മ്യൂസിയത്തിന്റെ ഫീലോട് കൂടിയിട്ടുള്ള ഒരു മ്യൂസിയം അവിടെ ഇല്ല. അങ്ങനെ അവിടെ ഒരു മ്യൂസിയം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു സൗത്ത് ഇന്ത്യയിലെ തന്നെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു അടിപൊളി ബട്ടർഫ്ലൈ ഗാർഡൻ തന്നെയായിരിക്കും തട്ടേക്കാട് ബട്ടർഫ്ലൈ ഗാർഡൻ. ഇപ്പൊ നമ്മുടെ ബട്ടർഫ്ലൈ ഗാർഡന്റെ കാഴ്ചകൾ ഇവിടെ കഴിയുകയാണ്. ഇനി നമുക്ക് ഒരു സംഭവം കൂടെ കാണാനുണ്ട്. സൂ ഉണ്ട്. നമ്മുടെ സാധാരണയുള്ള സൂ, മൃഗങ്ങളെ കൂട്ടിലിട്ടിരിക്കുന്ന സൂ ആണ് കാണാനുള്ളത്. അപ്പോൾ അവിടേക്കും ടിക്കറ്റ് വരുന്നത് 50 രൂപയാണ്. അത് നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ പോകുന്നത് സൂവിലേക്കാണ്. നമുക്ക് സൂവിൽ കയറി കഴിയുമ്പോൾ നമുക്ക് നടന്നും പോവാം, പിന്നെ ഈ ബാറ്ററി കാറിലും പോവാം. അപ്പോൾ നമ്മൾ ബാറ്ററി കാറിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇനി നമുക്ക് അധികം സമയമില്ല. ഇവിടെ നിന്ന് ബാംഗ്ലൂരിൽ എത്തണം. നല്ല ട്രാഫിക്കാണ്. ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും എടുക്കും ബാംഗ്ലൂർ ടൗണിലെത്താൻ. വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി കാറിൻ്റെ ടിക്കറ്റ് എടുത്തു. ഒരാളുടെ ടിക്കറ്റ് റേറ്റ് വരുന്നത് 100 രൂപയാണ്. നമുക്ക് ടിക്കറ്റ് തന്നിട്ട് ഈ സെക്യൂരിറ്റി ചേട്ടൻ്റെ അടുത്ത് കൊടുത്താൽ പുള്ളി നമ്മുടെ കയ്യിൽ ടിക്കറ്റിൻ്റെ ഒരു എൻട്രി പോലെ നമ്മുടെ കയ്യിൽ ഒരു സീൽ വെച്ച് വരും, നീല കളർ സീല്. അപ്പോൾ ഈ സീല് നോക്കിയിട്ടാണ് ആളിനെ കയറ്റുന്നത്. അപ്പം നമ്മൾ സീലൊക്കെ അടിച്ചിട്ട് നേരെ ബാറ്ററി കാറിലേക്ക് കയറി. അങ്ങനെ നമ്മൾ ആദ്യം എത്തിയിരിക്കുന്നത് സീബ്രയുടെ അടുത്താണ്. ഒരു 2-3 സീബ്രയേ ഉള്ളൂ. അപ്പോൾ ഓരോ മൃഗങ്ങളുടെ അടുത്തും ഈ വണ്ടി കൊണ്ടുവന്ന് നിർത്തും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം തരും. ആ സമയത്ത് നമ്മൾ പോയി കണ്ടിട്ട് വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുത്ത് വന്ന് വീണ്ടും വണ്ടിയിലേക്ക് തിരിച്ചു കയറണം. മൈസൂർ സൂവിലൊക്കെ പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ബന്നാർഘട്ടയിൽ വന്ന ഈ ഒരു സൂ പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കാരണം മൈസൂർ സൂവിൻ്റെ ഒരു 4/1 പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് ചെറിയൊരു സൂ ആണ്. പിന്നെ എനിക്ക് മൃഗങ്ങളെ, പ്രത്യേകിച്ച് ഈ വൈൽഡ് ആനിമൽസിലേക്ക് കാണാൻ ഭയങ്കര താല്പര്യമായതുകൊണ്ടാണ് ഞാൻ ഈ സൂവിലേക്ക് കയറിയത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ട് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. സീബ്രയുടെ അടുത്തായിട്ട് തന്നെ ജിറാഫും ഉണ്ട്. അതും 2 എണ്ണം തന്നെ ഉള്ളൂ. മൈസൂർ സൂവിലൊക്കെ കാണുന്ന പോലെ ഒരുപാട് ജിറാഫൊന്നും ഇല്ല. ഇപ്പം നമ്മൾ മൈസൂർ സൂവിൽ കണ്ടവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ 2 സൂവും തമ്മിൽ കമ്പാരിസൺ ചെയ്തു പോകും. അപ്പം നമ്മൾ ഇതും കൂടെ കണ്ടു കഴിഞ്ഞാൽ നേരെ വണ്ടിയിൽ കയറി അടുത്ത മൃഗത്തിൻ്റെ അടുത്തേക്ക് പോകും. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ടൈഗറിൻ്റെ അടുത്തേക്കാണ്. ആക്ച്വലി ഓപ്പൺ സഫാരിയിൽ പോയപ്പോൾ ടൈഗറിനെ ക്ലോസ് ആയിട്ട് കാണാൻ പറ്റില്ല എന്നുള്ള സങ്കടം തീർക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ സൂവിലേക്ക് വരുന്നത്. ഇനിയിപ്പോൾ ക്ലോസപ്പ് ആയിട്ട് കണ്ടില്ലെന്നുണ്ടെങ്കിലും ടൈഗറിനെ കാണുക എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ സൂ ഒന്നും ഞാൻ ഒരിക്കലും മിസ് ചെയ്യാറില്ല. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ടൈഗറിൻ്റെ സ്ഥലത്തേക്കാണ്.
ഈ ടൈഗറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മളൊരു വലിയ സീൻ മിസ് ചെയ്തു. ഇവരുടെ ഒരു സ്നേഹം പങ്കിടുന്ന ഒരു മൊമെൻ്റാണ് നമുക്ക് മിസ്സായത്. നമ്മൾ വരുമ്പോഴേക്ക് അവരിങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങനെ മാറിക്കഴിഞ്ഞ ആൾക്കാരുടെ ആർപ്പ് വിളികളൊക്കെ നിന്നും പോയി. അപ്പം ഞാൻ ഈ സൂ മൊത്തവും ബാറ്ററി കാറിൽ പോയി കണ്ടിട്ട് തിരിച്ച് ഞാൻ നടന്ന് ഇവിടെ വന്നു. ശരിക്കും ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ മൊമെൻറ്റ്സാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. നേരത്തെ നമ്മൾ ഓപ്പൺ സഫാരിക്ക് പോയപ്പോൾ കാണാൻ പറ്റാത്തതിൻ്റെ വിഷമമൊക്കെ എനിക്ക് ഈ ഒരു സൈറ്റിങ്ങിലൂടെ എനിക്ക് മാറി കിട്ടി. കൂട്ടിലാണെങ്കിൽ പോലും ശരിക്കും നമുക്ക് അടുത്ത് കാണാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസിൽ അവരുടെ കുറേ മൊമെന്റ്സ് എനിക്ക് കാണാൻ പറ്റി. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് കണ്ടത് ഞാൻ തിരിച്ചു വന്നെടുത്ത വിഷ്വലാണ്. പക്ഷേ ഇനിയും നമുക്ക് മുന്നേക്ക് കുറേ പോകാനുണ്ട്, കുറേ മൃഗങ്ങളെ ഇനിയും കാണാനുണ്ട്. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് കരടിയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചെന്നായ, വൈൽഡ് ഡോഗ് അങ്ങനെയുള്ള കാറ്റഗറിയിൽ വരുന്ന കുറച്ച് ആനിമൽസ് ആണ്. അവരെല്ലാവരെയും കൂടെ ഒരു ഒറ്റ ഏരിയയിലാണ് ഇട്ടിരിക്കുന്നത്. അടുത്തത് നമ്മൾ പോകുന്നത് ഹിപ്പോപ്പൊട്ടാമസിന്റെ അടുത്തേക്കാണ്. ആകെ 2 ഹിപ്പോപ്പൊട്ടാമസ് മാത്രമേ ഉള്ളൂ. ശരിക്കും ഈ സൂവിൽ 50 രൂപ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണെന്ന് തന്നെ പറയാം. മാത്രമല്ല ബാറ്ററി കാറിന് 100 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. അപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് 150 രൂപ വീതം വന്നിട്ടുണ്ട് ഓരോ ആൾക്കും. നമ്മുടെ ട്രിവാൻഡ്രം സൂ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു സൂ ആണ്. ആകെ 20 രൂപ മാത്രമേ എൻട്രി ഫീസ് ഉള്ളതാനും. അവിടെ ശരിക്കും പോയാൽ നല്ല വെർത്ത് വിസിറ്റാണ്. ഒരുപാട് ആനിമൽസിനെ കാണാം. ഒത്തിരി ആനിമൽ ഉണ്ട്. ആന, സിംഹം, കടുവ അങ്ങനെയുള്ള ഒരുപാട് ആനിമൽസ് ഉണ്ട്. പക്ഷെ അത് വെച്ച് നോക്കുകയാണെങ്കിൽ പോലും ഈ സൂ ഭയങ്കര ചെറുതാണ്. ഇനി നമ്മൾ പോകുന്നത് ആനയുടെ സെക്ഷനിലേക്കാണ്. ആനകളും കുറവാണെന്ന് തന്നെ പറയാം. കുട്ടി ആനയും കുറച്ച് വലിയ ആനയൊക്കെ ഉണ്ട്. എന്നിരുന്നാലും മൈസൂർ സൂവിനെ വെച്ച് കമ്പയർ ഒക്കെ ചെയ്യുമ്പോൾ ഇത് ചെറുത് തന്നെയാണ്. നമ്മൾ പോകുന്നത് സിംഹത്തിന്റെ അടുത്തേക്കാണ്. ഇനി മെയിൻ ആയിട്ട് നമുക്ക് കാണാനുള്ള ആനിമൽസ് സിംഹം, ചീറ്റ, ലെപ്പാർഡ്, ജഗ്വാർ ഒക്കെയാണ്. നമ്മൾ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് തന്നെ സിംഹത്തിന്റെ ഗർജന നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. സിംഹത്തിന്റെ അടുത്ത് നമ്മളെ ബാറ്ററി കാറിൽ കൊണ്ടിറക്കിയിട്ട് ആ ലേഡി പറഞ്ഞു ഇവിടുന്ന് കുറച്ച് നടന്നാൽ കുറേ മൃഗങ്ങളെ കാണാൻ പറ്റും, പിന്നെ ഈ ബേർഡ്സിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവരവിടെ വെയിറ്റ് ചെയ്യാമെന്ന്. പക്ഷേ ഇനി കുറച്ചും കൂടെ ഉള്ളൂ, നമ്മളിനി ബാറ്ററി കാറിൽ കയറുന്നില്ല. ബാറ്ററി കാറിൽ കയറുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ടിട്ട് തിരിച്ചു പോകേണ്ടി വരും. അപ്പം നമ്മളിനി ബാറ്ററി കാറിൽ കയറുന്നില്ല, നടന്നു പോകാനുള്ളതേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ സിംഹത്തിന്റെ അവിടെ നിന്ന് തന്നെ മുകളിലേക്ക് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജഗ്വാർ, ലെപ്പാർഡൊക്കെ കിടക്കുന്ന സ്ഥലത്തെത്തും. അപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ 3 പേര് ഈ പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ കിടക്കുന്നുണ്ട്. 2 പേരെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ, ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുകയാണ്. നമ്മൾ ജഗ്വാറിൻ്റെ അടുത്തുനിന്ന് കുറച്ചും കൂടെ മുന്നിലേക്ക് നടന്നു വന്നപ്പോൾ നമ്മൾ ഈ ഒരു ആനിമലിനെയാണ് കണ്ടത്. ഇതിൻ്റെ പേര് പക്ഷേ എനിക്കറിയില്ല. ഞാൻ ഇവിടെയൊക്കെ നോക്കി പേര്, പക്ഷെ എവിടെയും പേര് എഴുതി വെച്ചതായിട്ട് കണ്ടില്ല. നമ്മുടെ മാനല്ല, ഈ സാമ്പാടിയറിൻ്റെ ഒക്കെ അത്രയും പോലെ തന്നെ നല്ല ഹൈറ്റ് ഉണ്ട്, പക്ഷെ മാൻ വർഗത്തിൽപ്പെട്ടതല്ല, വേറെ ഏതോ ഒരു ജീവിയാണ്. അപ്പോൾ ഇതിൻ്റെ പേര് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ.
അവിടെ നിന്ന് പിന്നെ നമ്മൾ നടന്നെത്തിയിരിക്കുന്നത് പേരറിയാത്തൊരു ആനിമലിൻ്റെ അടുത്തേക്കാണ്. പക്ഷേ ഇത് മങ്കി വിഭാഗത്തിൽപ്പെട്ടതാണ്, ഏതോ ഒരു മങ്കിയാണത്. പക്ഷെ എനിക്ക് കറക്റ്റ് പേര് അറിയില്ല. അതിൻ്റെ പേര് ഇവിടെ നമ്മൾ കാണുന്ന ഭാഗത്തായിട്ട് വെച്ചിട്ടില്ല. പിന്നെ പെട്ടെന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലയൺ കിങ്ങിലൊക്കെ കാണത്തില്ലേ, ലയൺ കിങ്ങിലൊരു മങ്കിനെ കാണത്തില്ലേ, മുഖത്തിങ്ങനെ കളറൊക്കെ ചെയ്തിട്ടുള്ള അതുപോലത്തെ ഒരു മങ്കിയാണ്. പക്ഷെ ഇതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ ഭയങ്കര രസമാണ് കണ്ടു നിൽക്കാൻ. കുറച്ച് നേരം ഇതിനെ ഇങ്ങനെ നോക്കി നിന്ന് പോകും. ഇനി നമുക്ക് കാണാനുള്ളത് ബേർഡ്സിൻ്റെ സെക്ഷനാണ്. ഒത്തിരി വലിയ സെക്ഷനാണ് ബേർഡ്സിൻ്റെ. ഒരുപാട് ബേർഡ്സുകളുണ്ട്. സാധാരണ സൂവിലൊക്കെ ഉള്ള പോലെ തന്നെ മക്കാവിൻ്റെ വെറൈറ്റീസ് ആണ് കൂടുതലുള്ളത്. പിന്നെ സൺകുണൂറുണ്ട്, ഇന്ത്യൻ റിംഗ്നെറ്റ് പാരറ്റ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ മൊത്തത്തിൽ കാണിക്കുന്നില്ല. ബേർഡ്സിനെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് കറങ്ങി നടന്ന് കാണാം. ഞാൻ ചുറ്റി നടന്ന് കണ്ടെങ്കിലും ഞാൻ വീഡിയോയിൽ അത് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബനാർഘട്ട നാഷണൽ പാർക്കിൻ്റെ ഓപ്പൺ സൂവും അല്ലാതെ നോർമലായിട്ടുള്ള സൂവും ബട്ടർഫ്ലൈ ഗാർഡനും ബേർഡ്സും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ബാംഗ്ലൂർ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം ബനാർഘട്ടയ്ക്ക് മാറ്റി വെച്ചാൽ ഒരു നഷ്ടവുമില്ല. തീർച്ചയായിട്ടും നമുക്ക് വെറുതെ വിസിറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരു ഫുൾ ഡേ എൻജോയ് ചെയ്യാനുള്ള സംഭവങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരുപാട് ബാംഗ്ലൂർ വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.